മനസ്സിലായില്ല. നമ്മുടെ ഇവിടെ ആരെയാണോ വിളിക്കാതെ വന്നത് അവനാണ് ദൈവം. അവൻ ആ തിഥിയാണ്. Am I right? ഭൂമിയുടെ മറുപുറവും ഇങ്ങേപ്പുറവും പോലെ എത്രയും അന്തരമുണ്ട് ഇതിൻ്റെ പെരുമാറ്റ വിശേഷങ്ങൾക്ക്. ഇതിനെ സമന്വയിപ്പിക്കുന്ന ഒരു താക്കോലില്ല. പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നറിയില്ല. അപ്പോൾ ദേശങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടെന്ന് ആദ്യം പഠിക്കണം. ദേശങ്ങളെല്ലാം ഒന്നല്ല, എല്ലാം ഒരുപോലല്ല. അതൊക്കെ അദ്വൈത വേദാന്തത്തിൽ. അതിതിനെയൊക്കെ കളഞ്ഞവന്റെ മുമ്പിൽ ഇതിന്റെ തലങ്ങളിൽ ജീവിക്കുമ്പോൾ ഈ വ്യതിയാനങ്ങളെല്ലാം ഉണ്ട്. ഈ വ്യതിയാനങ്ങൾ കണ്ണിന് മുമ്പിൽ സത്യമായ നിലകൊള്ളുന്നത്. കണ്ണിനെയും അതിജീവിക്കുന്ന ഒരു ബുദ്ധിക്ക് മുമ്പിൽ മാത്രമേ ഇവ അസ്തമിക്കുള്ളൂ. ഇന്ദ്രിയങ്ങൾക്ക് അതീതങ്ങളായ അജ്ഞേയങ്ങളായ സത്യങ്ങളെ ഇന്ദ്രിയ തലങ്ങളിൽ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വൈകല്യങ്ങൾ കൂടും. അതുകൊണ്ടാണ് വികൃതിയെ, നിങ്ങളുടെ പ്രകൃതിയെ, പടിഞ്ഞാറുകാരൻ്റെ നേച്ചറിനെ, എല്ലാ തവണയും ഇത് പറയേണ്ടി വരുന്നു, ഇല്ലെങ്കിൽ കുഴപ്പമാവും. ഞാൻ പഠിച്ചത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു ദുഃഖം, നിങ്ങൾക്കറിയാവുന്നത് പറഞ്ഞില്ലേ നിങ്ങൾക്ക് മനസ്സിലാകാതെ വരുന്നു എന്നുള്ള ദുഃഖം. നിങ്ങൾ നാളെ പഠിക്കാൻ പോകുന്നതിനെ പറഞ്ഞില്ലെങ്കിൽ നാളെ അത് വേറെ ദുഃഖം. അതുകൊണ്ട് 3 പദവും ഇരിക്കട്ടെ. അതിനെ മനുഷ്യജീവനോട് സംവദിക്കുകയും സംയോജിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഓർക്കണം. അമേരിക്കയിൽ ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ ആ വണ്ടിയിൽ ഇന്ത്യയിൽ കേരളത്തിൽ ഓടിക്കുന്ന ഒരു വണ്ടിയിലുള്ള ഉപകരണങ്ങൾ പോരാ. കാരണം അവിടുത്തെ ചുറ്റുപാടുകൾ ആ ഓടിക്കുന്നവൻ അനുകൂലമല്ല. മനസ്സിലായില്ല. ഇവിടെ വണ്ടി ഓടിക്കുമ്പോൾ ശല്യം ചെയ്യാവുന്നത് വഴിയിലൂടെ പോകുന്ന മൃഗങ്ങളും മനുഷ്യരും ഒക്കെ ഉള്ളൂ. പിന്നെ എതിരെ വരുന്ന വണ്ടിക്കാരനും സായിപ്പ് പോലും വിഷമിക്കും. കാരണം ഒരു ചില്ലറ അഡ്വഞ്ചർ നമുക്കും വേണ്ടേ. സായിപ്പ് നോക്കുമ്പോൾ ഡിവൈഡർ ഒന്നുമില്ല, റോഡിൽ 2 സൈഡിലേക്കും വണ്ടി വരുന്നു. 10 മീറ്റർ അടുത്ത് വരെ നേരെ നേരെ വന്ന വണ്ടി പെട്ടെന്നാണ് തിരിഞ്ഞു പോകുന്നത്. ടാക്സിയിൽ സായിപ്പ് ഇരിപ്പുണ്ടെങ്കിൽ സായിപ്പിന്റെ പ്രഷർ അടിച്ചു കയറും. അയാൾ അലറും ഇംഗ്ലീഷിൽ, ബ്ലഡി ഇഡിയറ്റ്. ഡ്രൈവർക്ക് പിന്നെ ഇംഗ്ലീഷ് അറിയാൻ മേലാത്തതുകൊണ്ട് അവനും രക്ഷപ്പെടും. ഇതേതാണ്ട് പ്രോത്സാഹനം മാത്രമായി പറഞ്ഞതായിരിക്കും. അടുത്തത് ഇതിലും നന്നായിട്ട് ഓടിച്ചോളാനായിരിക്കും പറയുന്നതെന്നായിരിക്കും. Am I right, sir? Am I right? To the best of my knowledge? അതെ. അതുകൊണ്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിൽ നമുക്ക് ഈ പ്രകൃതിയിൽ ഒരു അഡ്വഞ്ചർ ആവശ്യം വരുന്നില്ല. ഇന്ത്യയിൽ ഒരുത്തന് ജീവിക്കാൻ സമ്പാദിക്കണ്ട. സ്വയം സമ്പാദിച്ചില്ലെങ്കിൽ അവിടെ ഒരുത്തന് ജീവിക്കാനേ പറ്റുകയില്ല. ഒരുപക്ഷെ ഇന്ത്യയിൽ അധ്വാനിച്ച് സമ്പാദിക്കാത്തവനാണ് ഏറ്റവും കൂടുതൽ ചെലവാക്കി സുഖമായി ജീവിക്കുന്നത്. ഓരോരുത്തരെ ആലോചിച്ച് നോക്കുക. ഒരു 10-30 കൊല്ലം വരെ തന്തയോ തള്ളയോ കുടുംബമോ അധ്വാനിച്ചതുകൊണ്ട് അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ്. എവിടെ ചെന്നാ ഇത് പറ്റുക? നമ്മളിൽ എത്ര പേർ കാലണയുടെ പണിയെടുത്തിട്ടുണ്ട് ഒരു 30 വയസ്സ് വരെ? ചോദ്യം മനസ്സിലായില്ല. 3 നേരവും കൈ കഴുകി പോയിരിക്കുകയും മുമ്പിൽ കിട്ടുന്നതിന് കുറ്റം പറയുകയും അതെടുത്ത് ചിലപ്പോൾ എറിയുകയും വേണ്ടാന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയും പിന്നെ നന്നായി വിശന്നാൽ പോയി അറിയാതെ എടുത്ത് തിന്നുകയും. ഇത്രയൊക്കെ വേണോ? ഇത്രയൊക്കെ വേണോ?
ഇത്രയൊക്കെ ശരിയുണ്ടോ? ഇതൊന്നും അവിടെ കിട്ടില്ല. അപ്പോൾ അവിടുത്തെ സ്വഭാവത്തിന് മാറ്റമുണ്ട്, ആവാസ വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ട്, അവിടുത്തെ സസ്യങ്ങൾക്ക് മാറ്റമുണ്ട്, അവിടുത്തെ ജന്തുക്കൾക്ക് മാറ്റമുണ്ട്. അവിടെ ധാരാളം വൈറസുകളും അമീബകളും ബാക്ടീരിയകളുമുണ്ട്. ഇവിടെ സൂര്യനുള്ളത് കൊണ്ട് അവയില്ല. അവ വന്നാൽ പിടിച്ചു നിൽക്കുകയില്ല. അവയെ പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ വെക്കണം. അമേരിക്കൻ ശാസ്ത്രകാരന്മാരും ഇന്ത്യൻ ശാസ്ത്രകാരന്മാരും കിഴക്കിന്റെ ഇതിഹാസങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ഇത് കുറയ്ക്കാൻ ഒരു വഴിയുമില്ലാഞ്ഞിട്ടാണ് അവിടെയുള്ള വൈറസുകളെയും അമീബകളെയും ബാക്ടീരിയകളെയും കൃത്രിമമായി വളർത്തിയെങ്കിലും ഇവന്മാരെ ഒരു പരുവത്തിലാക്കാനും അവിടെ ഉണ്ടാക്കിയ മരുന്നുകൾ ഇവിടെ ഒന്ന് വിറ്റ് തീർക്കാനും വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്കെല്ലാം ഈ സാധനങ്ങൾ കൊണ്ട് കയറ്റുന്നത്. ഫ്രിഡ്ജിന്റെ രൂപത്തിൽ, ഫ്രീസറിന്റെ രൂപത്തിൽ, AC-യുടെ രൂപത്തിൽ, മൈക്രോവേവ് ഓവന്റെ രൂപത്തിൽ. പരീക്ഷിച്ച് നോക്കിയിട്ട് മതി. വീട്ടിൽ ചെന്ന് ഇതിനകത്തൊക്കെ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിയിട്ട് മതി. അതിലുള്ളിടത്തോളം അണുക്കൾ പുറത്തിരിക്കുന്ന സാധനത്തിനില്ല. നല്ലപോലെ ശ്രദ്ധിച്ചിട്ട് മതി. കണ്ടില്ലെങ്കിൽ അടുത്തോണ വരുമ്പോൾ എന്നോട് പറയണം. ഞാൻ തന്നെ ഇവിടെ എവിടെന്നെങ്കിലും എടുത്ത് കാണിച്ചു തരാം മൈക്രോസ്കോപ്പിൽ. തണുപ്പിലേ വളരുള്ളൂ. അവ കൾച്ചർ ചെയ്യുന്നതെല്ലാം തണുപ്പിലാണ്. അപ്പൊ ഇതിന്റെ രണ്ട് തലങ്ങളും വൈജാത്യങ്ങളുടെ കേന്ദ്രഭൂമിയാണ്. ഈ വൈജാത്യങ്ങളെ അറിഞ്ഞ് അവനവന്റെ ആവാസ വ്യവസ്ഥയ്ക്കണങ്ങുമാറും. അമേരിക്കയിലെ ഏതെങ്കിലും കമ്പനി ഔട്ട്സോഴ്സിംഗിൽ ഇന്ത്യയുമായി എഗ്രിമെന്റ് വെക്കുമ്പോൾ, ഒരുപാട് കമ്പനികൾ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. നിങ്ങളിൽ പലരും വീടുകളിൽ നിന്നും ഈ പണി ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ പകൽ സമയത്ത് ആവശ്യക്കാരനായ അവൻ ഇന്ത്യയുടെ പകൽ സമയത്ത് അത് ചെയ്യാം, അവന്റെ രാത്രിയിൽ ചെയ്യാമെന്ന് അനുവദിച്ചൊരൊറ്റ എഗ്രിമെന്റ് ഉണ്ടോ നോക്ക്. ഒറ്റ എണ്ണം, രണ്ടെണ്ണം വേണ്ട, ഒരെണ്ണം മതി. ഇത്രയും കാലമായുള്ള വികാസത്തിൽ ചോദ്യം മനസ്സിലായില്ല. നിങ്ങൾ ബഹുമാനിക്കുന്ന അമേരിക്ക, അമേരിക്കൻ ഭരണകൂടം ഇന്ത്യ പോലെ ബ്രെയിനുള്ള രാജ്യങ്ങളിൽ IT മേഖലയിലും മറ്റും വലിയ ഔട്ട്സോഴ്സിംഗിന്റെ സാധ്യതകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇസ് റൈറ്റ്? ഏതെങ്കിലും ഒരു IT കമ്പനി ഔട്ട്സോഴ്സിംഗ് എഗ്രിമെന്റിന് വിധേയമാകുമ്പോൾ അമേരിക്കയുടെ രാത്രി ഇന്ത്യയുടെ പകൽ ഇന്ത്യക്കാരിരുന്ന് വർക്ക് ചെയ്യാവുന്ന വിധത്തിൽ ഒരൊറ്റ എഗ്രിമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ആവാസ വ്യവസ്ഥയെക്കുറിച്ച്, രാപകലുകളെക്കുറിച്ച്, നേച്ചർ എന്ന് നിങ്ങൾ വിളിക്കുന്ന വികൃതിയെക്കുറിച്ച്, സൂക്ഷ്മ പഞ്ചഭൂതങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും നിങ്ങളുടെ മനസ്സിനെയും ബുദ്ധിയെയും കുറിച്ച്, നിങ്ങളുടെ പ്രാണനെക്കുറിച്ച്, അതിൻ്റെ വിവിധങ്ങളായ ചർച്ചകളെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഇത് മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ കുട്ടികൾ അച്ഛനും അമ്മയും പ്രേരിപ്പിക്കുന്നു രാത്രിയിൽ ഉറക്കളച്ചിരുന്ന് പണിയെടുക്കാൻ. ഗവൺമെന്റ് നിർബന്ധിക്കുന്നു. ഒരു രാജ്യത്തിന്റെ അറിവിന്റെ ഔന്നത്യമുള്ള IT രംഗങ്ങളിലെ ഭീമന്മാർ ലോക കോടീശ്വരന്മാരായി വിലസാൻ മല്ലിട്ടുകൊണ്ട് അതിലെ തൊഴിലാളികളെ മുഴുവൻ രാത്രിയിൽ ഉറക്കളച്ച് പണിയെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നു. ഒരു കമ്പനിയെങ്കിലും അമേരിക്കൻ എഗ്രിമെന്റിൽ ഒരു ദിവസമെങ്കിലും രാത്രിയിൽ ആവശ്യക്കാരനായ അവൻ പണിയെടുക്കട്ടെ, പകല് നമ്മുടെ രാജ്യത്തുള്ളവൻ പണിയെടുത്താൽ മതിയെന്ന്
വിചാരിക്കുന്നതുണ്ടോ എന്ന് നോക്കുക. കേട്ടറിഞ്ഞിടത്തോളവും മനസ്സിലാക്കിയിടത്തോളവും നിങ്ങളുടെ അറിവ് ഉണ്ടെന്നോ ഇല്ലെന്നോ? ഇല്ല. സൗരജീവിയായ മനുഷ്യൻ രാത്രിയിൽ ഉറങ്ങുന്നവനും പകൽ ഉണർന്നിരിക്കുന്നവനുമാണ്. അതിന്റെ താളമൊന്നു മാറിയാൽ അവന്റെ ബയോക്ലോക്കിന്റെ താളക്രമം മുഴുവൻ മാറും. സൈറ്റോക്രോം മാറി മറിയും. ഒരു രാത്രി കൂടി പകലാക്കുമ്പോൾ 2 പകലുകൾ അവന്റെ കോശം പണിയെടുക്കുന്നതിലൂടെ കോശവിഭജന പ്രക്രിയയുടെ ആന്തോളനങ്ങൾ മാറിമറിയുകയും സൈറ്റോക്രോം അവനെ വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗത്തിൽ തള്ളിയിടുകയും ചെയ്യും. അകാല വാർദ്ധക്യമുണ്ടാക്കുന്ന രോഗങ്ങൾ അത്രയും, ഇമ്മ്യൂണിറ്റി ഡിസോർഡറുകൾ അത്രയും, ഡീജനറേറ്റീവ് ഡിസീസസ് അത്രയും, ഏജിംഗ് എന്ന് വിളിക്കാവുന്ന ക്യാൻസർ അത്രയും ഇന്നലെ ഈ രാജ്യത്തെ കയറി പിടിച്ചില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ സന്തതി പരമ്പരകളെ പിടിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണങ്ങൾ അന്വേഷിച്ച് വളരെ ദൂരമൊന്നും പോകണ്ട. പണക്കൊതിയന്മാരായ നിങ്ങൾ പാരിസ്ഥിതികമായ അറിവിന്റെ എല്ലാ രംഗങ്ങളിലും കത്തിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ പരിണതി നമ്മൾ പിടിച്ചാൽ കിട്ടാത്തടത്ത് നിൽക്കുകയാണ്. രാത്രി ഒന്ന് ഉറക്കളയ്ക്കുന്നല്ലേ ഉള്ളൂ. രാത്രിയിൽ ഉറങ്ങുന്ന സൗകുമാര്യത, രാത്രിയിൽ ഉറങ്ങുന്നവന് ഉണർവിൽ കിട്ടുന്ന കാര്യഗ്രഹണ പാടവം, രാത്രിയിൽ ഉറങ്ങുന്നവന് വരുന്ന കാര്യങ്ങളുടെ അടുക്ക്, അവന്റെ കൃത്യനിഷ്ഠ, ഇവയൊക്കെ രാത്രിയെ പകലാക്കുന്നവന് കിട്ടുമോ? രാത്രിയിൽ ഉറങ്ങുന്നവനും പകല് പണിയെടുക്കുന്നവനും ഉണ്ടാകുന്ന ഉപാപചയ പ്രക്രിയ, ദഹന പ്രക്രിയ, കഴിക്കുന്ന ആഹാരം ദഹിച്ച് അതവന്റെ ശരീരമായി പരിണമിക്കുന്ന പ്രക്രിയ, പകലുറങ്ങിയും രാത്രിയിൽ ആഹാരം കഴിച്ചും പണിയെടുത്തു നിൽക്കുന്നവനുണ്ടാകുമോ? ഇതൊന്നും ചിന്തിക്കാതെ, ആവാസ വ്യവസ്ഥയെ അറിയാതെ, സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനും അടങ്ങുന്ന ഭൂമിയും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യപ്രകാശവും ചന്ദ്രപ്രകാശവും അടങ്ങുന്ന വിശാലമായ വിശ്വത്തിന് കേന്ദ്രമായി മാറ്റമില്ലാത്ത ഒരു ശക്തിവിശേഷവും അതിലെ അംഗങ്ങളായി പ്രകൃതി എന്ന വികാരം കൊള്ളാവുന്ന ഒന്നായി ഞാനും നിങ്ങളും ഈ പ്രപഞ്ചത്തിലെ ഇതര വിലാസങ്ങളും സംയോജിക്കുമ്പോൾ ആ ചേർച്ചയ്ക്ക് സനാതനമായ ഒരു ശാസ്ത്രം സങ്കല്പത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? സർവാതിരിക്തവും സർവഗ്രാഹിയും സർവ ആശ്ലേഷിയുമായ ഒന്ന്. സഹസ്രശീർഷനും സഹസ്രാക്ഷനും സഹസ്രപാത്തുമായ സസ്യങ്ങളിലൂടെ, ജന്തുക്കളിലൂടെ, മനുഷ്യനിലൂടെ, സകല ജീവജാലങ്ങളിലൂടെയും കാണുന്നവനായി, കേൾക്കുന്നവനായി, പറയുന്നവനായി, അറിയുന്നവനായി അനന്തമായ തലകളോടും അനന്തമായ കണ്ണുകളോടും അനന്തമായ കാലുകളോടും കൈകളോടും കൂടിയ ഒരു പുരുഷന്റെ
വിലാസം മാത്രമാണ് ഈ പ്രപഞ്ചമെന്നും അവന്റെ അവയവങ്ങളാണ് ഇതിനകത്തുള്ള എല്ലാമെന്നും ആ അവയവങ്ങൾ ആ നിർദ്ദേശത്തിൽ നിന്ന് വ്യതിരിക്തമായി ചെയ്യുമ്പോഴെല്ലാം ഈ ആവാസ വ്യവസ്ഥ മൊത്തം താറുമാറാകുമെന്നും സങ്കല്പിച്ചാൽ ഇതിനെ നിലനിർത്താം. അങ്ങനെയാണിത് ഒരാചാരം പോലെ പ്രാചീനർ നിലനിർത്തിയത്. വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കുമ്പോൾ ഒരു ജലമാണ് നഷ്ടപ്പെടുന്നത് തൻ്റെ ശരീരത്തിൽ നിന്ന്. ആ വെള്ളത്തെ ദുഷിപ്പിക്കുകയാണ്. തോട്ടിൽ പോയി നിന്ന് കരയ്ക്ക് നിന്ന് ആ മൂത്രം ഒഴിക്കുന്നത്. മാതാവിൻ്റെ ഉദക സ്രോതസ്സുകൾ, മാതാവിൻ്റെ ക്ഷീരവഹ സ്രോതസ്സുകൾ അത് ഈ പ്രവൃത്തി കൊണ്ട് ദുഷിക്കുമെന്ന് അറിവില്ലാത്തവന് പറഞ്ഞു കൊടുത്താൽ അവനൊരു ഞെട്ടലോടെ പിൻവലിയും. ശരിയല്ല. അവനോട് ശാസ്ത്രം പറഞ്ഞാൽ അവൻ പിൻവാങ്ങിയെന്ന് വരില്ല. അവൻ തോടുകളെയും മറ്റുള്ളവയും മലീമസമാക്കിയില്ല. മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ, പ്രാണവായു താഴെ നിന്നും മുകളിൽ നിന്നും രണ്ട് തരത്തിലാണ് രൂപാന്തരപ്പെടുന്നത്. മുകളിൽ നിന്നും രൂപാന്തരപ്പെടുന്നത് സസ്യങ്ങളുടെ ഇലച്ചാർത്തുകളിൽ, താഴെ നിന്ന് രൂപപ്പെടുന്നത് പാമ്പിൽ നിന്ന്. അത് കേട്ടിട്ടില്ലാന്ന് തോന്നുന്നു. അത് ഓകശാസ്ത്രം പഠിക്കണം. പാമ്പ് വായുവിനെ അകത്തേക്ക് സ്വീകരിക്കുമ്പോൾ ഒരു സീൽക്കാരം കേൾക്കാം. കേട്ടിട്ടുണ്ടോ? ഇല്ല. വലിച്ചു കയറ്റുന്നത് കേൾക്കാം. കേട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങളത് ചീറ്റുകയാണെന്നാ പറയുക. ചീറ്റുന്നതല്ല, വായു വലിച്ചു കയറ്റുന്നതാണ്. എന്തിനാ അത് വായു വലിച്ചു കയറ്റുന്നത്? പ്രാചീനൻ കാവ്യോപാസകനായതുകൊണ്ട് പറഞ്ഞത്, നിങ്ങളെ മുമ്പിൽ കണ്ടപ്പോൾ നിങ്ങൾ കല്ലെടുക്കുകയോ വടിയെടുക്കുകയോ ചെയ്യുമ്പോൾ അതിൻ്റെ വിടർന്ന പത്തിക്കിടയിൽ ആ സീൽക്കാരം അകത്തേക്ക് വലിക്കുന്നതാണ്. മോനെ, നിന്റെ മുട്ട് വീങ്ങാത്തത്, നിന്റെ ശരീരത്തില് IgG, IgM, IgA മുതലായവ മാറി മറിയാത്തത് ഞാൻ ഈ വടിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ തലയിൽ നീയോ നിന്റെ സന്തതിയോ ഒന്നടിച്ചാൽ നിന്റെ ജീവിതമാണ് ദുഃഖപൂർണമാകുന്നത്. നേരെ കാണിച്ചു തരികയാണ്. പ്രകൃതിയെ കണ്ടു പഠിക്കണം. പ്രകൃതിയാകുന്ന പുസ്തകത്തിൽ നിന്ന് പഠിക്കണം. എഴുതി വെച്ച ഗ്രന്ഥത്തിൽ നിന്ന് പഠിച്ചാൽ പോരാ. അസിതഗിരി സമം സ്യാത് കജ്ജലം സിന്ധുപാത്രേ സുരതരു വരശാഖാലേഖനി പത്രമുർവി ലിഖതി യതി ഗൃഹീത്വാ ശാരദാ സർവകാലം തദപി തവഗുണാനാം ഈശ പാരം നയാതി. സിന്ധു നദിയോളം വലിപ്പമുള്ള പാത്രത്തിൽ മഷി, ഭൂമിയിലുണ്ടായ ഭൂമിയാകുന്ന പത്രം, കൽപ്പവൃക്ഷത്തിന്റെ കൊമ്പുകൾ മുഴുവൻ പേന, ലോകത്തിൽ ഏറ്റവും അറിവുള്ളവളായ സരസ്വതി സർവകാലവും ഇരുന്നെഴുതിയാലും പ്രപഞ്ചമഹത്വം തീരില്ല. ആ വിനയം നമുക്ക് ആദ്യം ഉണ്ടാവണം. പാമ്പ് എന്താ ചെയ്യുന്നേ? പ്രകൃതിയിൽ നിന്നത് വലിച്ചെടുക്കുന്ന പ്രാണൻ, ബഹിചര പ്രാണൻ, അതിനെ അതിൻ്റെ ഉള്ളിൽ വേർതിരിയും. നമ്മുടെ ശരീരത്തിൽ ആഹാരം പചിക്കുന്നത് പോലെ ആ വായുവും അതിൻ്റെ ആഹാരവും പചിക്കുമ്പോൾ അതിനകത്തെ ഹാർഡ് പ്രോട്ടീൻ മാനവനും ഇതര ജീവികൾക്കും മാരകമായിത്തീരുന്ന ഹാർഡ് പ്രോട്ടീൻ അത് വേർതിരിച്ച് അതിൻ്റെ ഫാങ്ങിൽ കൊണ്ടുവരും.
അവ പുറത്തെ വായു ശുദ്ധമാവുകയും പ്രാണവായുവായി മാറുകയും ചെയ്യും. മനസ്സിലാവോ? ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നല്ലപോലെ പഠിക്കുക, നല്ലപോലെ അന്വേഷിക്കുക. ഇതൊരു പ്രാചീന ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് അവർ കാണുന്നത്? അവിടെ പാമ്പ് കയറിപ്പോകുന്ന പുറ്റുകളുണ്ട്. എത്ര പുറ്റുകൾ ചുറ്റുപാടുണ്ടോ അത്രയും മിന്നലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. മറ്റു മരങ്ങളെക്കാൾ, നിങ്ങളുടെ മിന്നലക്ഷാ ചാലകങ്ങളെക്കാൾ പുറ്റുകൾ വലിച്ചെടുക്കുന്നിടത്തോളം വൈദ്യുതോർജ്ജം വേറെ ഒന്നും വലിക്കില്ല. കേട്ടിട്ടുണ്ടോ? പ്രാണസഞ്ചരണത്തിന്റെ സംരക്ഷയിൽ ഏറ്റവും വലിയ 2 ഭാവങ്ങളാണ് പാമ്പും പുറ്റും മരങ്ങളും. ഇത് 3ഉം ഒരു വീടിന് 1 ഏക്കർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10-1 10 സെന്റെങ്കിലും വേണം. വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം പ്രകൃതിയെ സംരക്ഷിച്ചത് വ്യവസ്ഥാപിതമായ ഒരു സംസ്കാരം കൊണ്ടാണ്. ഒരു ഗ്രാമം $60,000 ഹെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ 10-1 എത്ര ഹെക്ടറാ? എത്രയാ? 6000 ഹെക്ടർ വനം വേണം. മനുഷ്യന് ആവശ്യമായ പ്രാണവായുവും മറ്റും ഉണ്ടാക്കാനും അതിലെ മാലിന്യങ്ങൾ വലിച്ചെടുക്കാനും. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടന്റെ കയ്യിലേക്ക് ഇന്ത്യ കൈമാറുന്ന രാജാക്കന്മാർ 35% ഫോറസ്റ്റാണ് കൈമാറിയത്, 10% അല്ല. പഴയ റെക്കോർഡുകളെടുത്ത് നോക്കിയാൽ നിങ്ങൾ ഇന്ന് കാണുന്ന പല ടൗൺഷിപ്പുകളും നിബിഡമായ ഫോറസ്റ്റുകളാണ്. പ്രകൃതിയെ വെട്ടിപ്പിടിച്ചാണ് മാനവജീവിതമെന്ന് പഠിപ്പിച്ച പാശ്ചാത്യന്റെ സങ്കല്പങ്ങളിൽ നിന്നാണ് പ്രകൃതിയെ വെട്ടിപ്പിടിക്കുവാൻ കേരളീയൻ കാട് കയറിയത്. പഠിപ്പുള്ളവൻ മാത്രം, പഠിപ്പില്ലാത്തവനെ കൊണ്ടുപോയി തൊഴിലാളിയാക്കി. വിനാശകരമായൊരു യാത്രയായിരുന്നു അത്. പരിസ്ഥിതിയെയും പ്രകൃതിയെയും ജീവനെയും ചേർത്തുവച്ച് ഓകതന്ത്രങ്ങളിൽ പറയുമ്പോൾ മാനവചേതന അതിന്റെ ചുറ്റുപാടുകളെ എങ്ങനെ സാംശീകരിച്ചിരുന്നു? പുറ്റും മരങ്ങളും പാമ്പുമൊക്കെ ചേർന്ന സങ്കല്പങ്ങൾ എത്ര ഭംഗിയായി അവർ കൊണ്ടുപോയി. അത് മതത്തിന്റെ രംഗവേദിയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടപ്പോൾ ഇന്ത്യക്കാരനൊരു മതമുണ്ടെന്ന് പാശ്ചാത്യൻ കണ്ടുപിടിച്ചപ്പോൾ അങ്ങനെ ഒന്നില്ലാതിരിക്കെ മറ്റു മതങ്ങളിൽപ്പെട്ടവൻ ആ മതങ്ങളിൽപ്പെട്ടവനും നിങ്ങളെല്ലാം ഹിന്ദുക്കളുമായി മാറിയപ്പോൾ അവർ മതം മാറിയതിനേക്കാൾ ശക്തമായി നിങ്ങൾ മതം മാറി ചേർന്നപ്പോൾ നിങ്ങളിലെ പഠിപ്പുള്ളവർ പഠിപ്പ് വെച്ചുകൊണ്ട് ആചാരങ്ങളെ എതിർക്കുകയും ഇതെല്ലാം വെട്ടി നശിപ്പിക്കേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും നിങ്ങളിൽ ആ പഠിപ്പ് വരാത്ത പുതിയ മതത്തിന്റെ ദുർഭഗ സന്തതികൾ പുരോഹിതനും സംഘടനാ നേതാക്കളുമൊക്കെ ചേർന്നപ്പോൾ പുതിയൊരു തൊഴിൽ മേഖല ഉണർന്നു.
അവിടെ ഇരിക്കുന്ന പുറ്റും അവിടെ ഇരിക്കുന്ന ശിലാനാഗങ്ങളും അതിനകത്തിരിക്കുന്ന വസ്തുക്കളും ആവാഹിച്ചു മാറ്റാമെന്നും അതിന് 2-3 ലക്ഷം ചെലവാക്കിയാൽ മതിയെന്നും അത് കഴിഞ്ഞാൽ വെട്ടിക്കളയാമെന്നും അനുകൂലികളും പ്രതികൂലികളും കൂടി ചേർന്ന് നശിപ്പിച്ചത് സൗഭഗമുള്ള പ്രകൃത്യുപാസനയുടെ ആധാരശിലകളെയാണ്. ശരിയാണോ? ശരിയാണോ? എന്റെ വാക്കുകൾ അപകടകരങ്ങളാണെന്നോ? ശരിയുണ്ടോ? പകരം വെക്കാൻ നിങ്ങൾക്ക് എന്തുണ്ടായി? ആമവാദം 1950 വരെ ഇല്ലാതിരുന്ന രാജ്യം, കാര്യമായി ഇല്ലാതിരുന്ന രാജ്യം ഇന്ന് ആമവാദത്തിന്റെ മാത്രമല്ല SLEയുടെയും സിസ്റ്റമിക് ലൂപ്പസ് എറിത്തീമറ്റോസിസ്, മൾട്ടിപ്പിൾ സിറോസിസിന്റെയും മോട്ടോർ ന്യൂറോൺ ഡിസീസിന്റെയും അൾഷിമേഴ്സിന്റെയും മാരകമായ പിടിയിലേക്കാണ് വഴുതി വീണിരിക്കുന്നത്. നിങ്ങളുടെ പ്രാണൻ എത്ര ദുഷിച്ചിരിക്കുന്നു. വാക്ക് ദുഷിച്ചു പോയിരിക്കുന്നു, മനസ്സ് തകർന്നിരിക്കുന്നു. പ്രാണൻ എത്രത്തോളം ദുഷിച്ചിരിക്കുന്നു. ആ പ്രകൃതിയോട് ബന്ധപ്പെടുമ്പോൾ പ്രകൃതിയെ കാലമെന്നും ദേശമെന്നും ദ്രവ്യമെന്നും തിരിക്കണം. പ്രാകൃതിക കാലം വരുത്തി വയ്ക്കുന്ന വിനകൾ, അതാണ് രാത്രിയും പകലും പറഞ്ഞത്. ഒരടിക്കിലത് പറഞ്ഞു. സന്ധ്യകൾ, രണ്ട് സമയം സന്ധിക്കുന്ന സന്ധ്യകൾ, രാവ് പകലിനോട് ചേരുന്നത്, പകല് രാവിനോട് ചേരുന്നത്, മധ്യാഹ്നം അപരാഹ്നത്തോട് ചേരുന്നത്, അതൊക്കെ സന്ധ്യകളാണ്. അവയിൽ സൂര്യരശ്മിയിൽ വരുന്ന വ്യതിയാനം, അങ്ങനൊരു വ്യതിയാനം ഉണ്ടോ? സൂര്യന്റെ രശ്മിക്ക് വ്യതിയാനമുണ്ടോ? രാവിലത്തെ രശ്മിക്ക്, നട്ടുച്ചയ്ക്കുള്ള രശ്മിക്ക്, വൈകുന്നേരത്തെ രശ്മിക്ക്, രാവിലത്തെ രശ്മിയും വൈകുന്നേരത്തെ രശ്മിയും തമ്മിൽ വ്യതിയാനമുണ്ടോ? രണ്ടും സൂര്യൻ ചായുമ്പോഴുള്ളതാണ്. ഒന്നിൽ കൂടുതൽ ഇൻഫ്രാറെഡും ഒന്നിൽ കൂടുതൽ അൾട്രാ വയലറ്റും ഉണ്ടാകുമോ? ഉദയാസ്തമനങ്ങളിലും മധ്യാഹ്നത്തിലുമെല്ലാം സൂര്യന്റെ തന്നെയാണ് എന്ന നിലയിൽ ഒരേ രശ്മിയാണോ? ഇതെല്ലാം ചേർത്തുവെച്ച് പഠിച്ച ഒരു ശാസ്ത്രം അന്ധവിശ്വാസവും, ഇവയൊന്നും ഇനിയും പഠിക്കാതെ പൊള്ളത്തരങ്ങൾ പറയുന്നതെല്ലാം ശാസ്ത്രവും എന്ന് അഭിമാനിക്കുന്ന ഒരു തലമുറയുടെ ദുരന്തം. സന്ധ്യാസമയത്ത് നിങ്ങൾ ആഹാരത്തെ സ്വീകരിക്കുമ്പോൾ, ഗ്രഹണ സമയത്ത് സ്വീകരിക്കുമ്പോൾ, സ്വീകരിച്ച ഉടനെ മാറ്റം വന്നില്ല എന്ന് ഇന്നത്തെ ശാസ്ത്ര നിലയിൽ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഏത് പട്ടികയിൽപ്പെടുത്തണം? ഞാനിതാ കഴിക്കുകയാണ് ഒന്നിച്ചിരുന്ന്, ഒന്നും സംഭവിച്ചില്ല. കോഴിക്ക് രോഗം വന്നു. കോഴി കച്ചവടക്കാരെല്ലാം കൂടെ ചെന്ന് കാലുപിടിച്ചു. സിനിമാ നടന്മാരുടെ, സാമൂഹ്യ പ്രവർത്തകരുടെ, ശാസ്ത്രകാരന്മാരുടെ എല്ലാവരും കൂടെ കൂടി ഒരു വിരുന്നിന് വന്നു. അതിനകത്ത് വെച്ച് നാടൻ കോഴിയെ കൊണ്ടുവന്ന് പൊരിച്ചു തിന്നു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഇത് കഴിച്ചാലൊന്നുമില്ല,
ഇത് കഴിച്ചാൽ ഉടനെയാണോ എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്? ഒരാഹാരം കഴിച്ച് 4 മണിക്കൂറിനകം ഒരാളുടെ ശരീരത്തിൽ മാറ്റം വരുത്തുമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ശാസ്ത്രം? അത് സംവത്സരങ്ങളോളം പല പരിണാമങ്ങളിൽ അയാളെ വിധേയമാക്കുമോ? ആ കഴിച്ച ആഹാരത്തിൽ നിന്ന് അവന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ശരീരത്തിൽ വരെ വൈകല്യങ്ങൾ എത്തിക്കുമോ? അതല്ല, കുഞ്ഞിന്റെ സുഖവും സംതൃപ്തിയും ആഹാരത്തിലില്ലെന്നാണോ? അവ പ്രചരണമല്ല ആഹാരശാസ്ത്രം. മനസ്സിലാവില്ല. മുമ്പെങ്ങുമില്ലാത്ത വിധം വന്ധ്യത നിങ്ങളുടെ ഇടയിൽ കൂടിയിരിക്കുന്നു. റൈറ്റ്? നിങ്ങളുടെ ശാസ്ത്രം എളുപ്പത്തിന് കയറിപ്പോയതാണ്, പരിസ്ഥിതിയെ നോക്കാതെ. നിങ്ങളുടെ ഗവേഷകന്മാർ അന്വേഷിച്ച് നിങ്ങൾ ഈ കോട്ടും സൂട്ടും ഇട്ട് വന്ന് ഇവിടെ ഇരിക്കുന്നു. അഭയം നിങ്ങൾക്ക് മുന്തിരിങ്ങ വിളമ്പി തരുന്നു, ഓറഞ്ച് വിളമ്പി തരുന്നു, മാങ്ങ കൊണ്ട തരുന്നു മുഴുവനോടെ. മാങ്ങയ്ക്ക് കൊരട്ടയുണ്ട്, തിന്നു കഴിഞ്ഞാൽ കയ്യിലെല്ലാം പറ്റും. കൊരട്ട വലിച്ചെറിയുകയും വേണം. കൊരട്ട അണ്ടി എന്നാ പറയുക ഇവിടെ, ഇല്ലേ? മറ്റേ മുന്തിരിങ്ങ നിങ്ങൾ ചവച്ചു തിന്നു, കുരു തുപ്പണം. ഒരു പ്ലേറ്റ് കൂടെ വേണം, അത് കഴുകണം. എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? കുരു ഇല്ലാത്ത മുന്തിരിങ്ങ ഉണ്ടാക്കി കളയുക. ശാസ്ത്രാവഴിക്ക് ആലോചിച്ചു, ശരിയല്ല. ശാസ്ത്രമാണ്, ആലോചിച്ചാൽ നടക്കാതിരിക്കില്ല. കുറെ ഗവേഷകന്മാർ കൂടി മുന്തിരിക്ക് കുരു ഉണ്ടാകാൻ നേരത്തൊരു ഹോർമോൺ കൊടുക്കുക, കുരുവിനെ അസ്തമിപ്പിക്കുക. കുരുവില്ലാത്ത മുന്തിരിങ്ങ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നപ്പം ഈ കുരുവുള്ളതെല്ലാം മേടിച്ചുകൊണ്ടത്. എത്ര നേരം വേണം ഇതിന്റെ കുരു എടുക്കാൻ? രാവിലെ പച്ചക്കറി കടയിൽ നിന്ന് മത്തങ്ങ മേടിച്ചുകൊണ്ട് വന്നു. ഇതിന്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കാൻ പെടുന്ന പാട്. കുരുവില്ലാത്തത് മേടിക്കത്തില്ലായിരുന്നു. കുരുവില്ലാത്ത മത്തങ്ങ, കുരുവില്ലാത്ത വെള്ളരിക്ക. സന്തുഷ്ടനായി നിങ്ങൾ. പ്രകൃതിയിലൊരു മര്യാദയുണ്ട്, പ്രകൃതിക്കുണ്ടൊരു ശാസ്ത്രം. ആ ചെടിയുടെ വംശവർദ്ധനവിനാണ് ആ കായുണ്ടാകുന്നത്. മനസ്സിലായില്ല? അതിന്റെ പുറമേ കാണുന്നത് അതിന്റെ വംശവർദ്ധനവിന് സഹായിക്കാൻ നിങ്ങളെ ആകർഷിക്കാനാണ്. കശുമാങ്ങ തുടുത്തിരിക്കുന്നത് വാവലെടുത്തുകൊണ്ടുപോയി ആ മാങ്ങ ചപ്പിയിട്ടിടുന്ന അണ്ടി കിളുക്കാനാണ്. നിങ്ങൾ പറിച്ചുകൊണ്ടുപോയി കിളുക്കാനാ. മുന്തിരിങ്ങ നിങ്ങൾ തിന്നിട്ട് കുരു തുപ്പുമ്പോൾ അത് കിളുക്കാനാ. പ്രകൃതിയുടെ മര്യാദയെ നിങ്ങൾ ഉല്ലംഘിച്ചു. ശാസ്ത്രം കൊണ്ട് അതിൽ നിങ്ങൾ ഇടപെട്ടു. മനുഷ്യഹസ്തം ഇടപെട്ടപ്പോൾ കുരു പോയി. കുരു കളയാൻ നിങ്ങൾ അതിലേക്ക് കടത്തിവിട്ട സംവേദനം, അതിന്റെ ദേവതയെ നശിപ്പിക്കുന്ന സംവേദനം നിങ്ങൾ എടുത്ത് കഴിക്കുമ്പോൾ അണ്ടിയില്ല കുണ്ടനായ ആ കശുമാങ്ങ നിങ്ങൾ മാങ്ങയായി തിന്നുമ്പോൾ നിങ്ങൾ അണ്ടിയില്ല കുണ്ടനായി തീരുമോ എന്ന് ആലോചിക്കണം. അതിനാ ശാസ്ത്രം എന്ന് പറയുന്നത്. ഇതാ പ്രകൃതി വിജ്ഞാനം, ഇതാ ജൈവവിജ്ഞാനം, ഇത് തന്നെയാണ് പരിസ്ഥിതി, ഇത് തന്നെയാണ് ഓകതന്ത്രം. മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ആലോചിക്കണം. കുട്ടിക്കാലത്ത് ഇതെല്ലാം തീറ്റിപ്പെറുക്കി 18, 20, 30 വയസ്സാകുമ്പോഴേക്ക് ഇതിനെയും ചുമന്നുകൊണ്ട് ഉള്ള ഗൈനക്കോളജിസ്റ്റിന്റെ അടുക്ക മുഴുവൻ കയറി ഇറങ്ങിയാലും പണി നടക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കരുത്. അപ്പൊ നിങ്ങളുടെ ശാസ്ത്രം പോകുന്നത് പ്രാണനെ നോക്കിയല്ല, ജീവസന്ധായകമായ മനസ്സിനെ നോക്കിയല്ല, വാക്കിനെ നോക്കിയല്ല. ഈ ഒരു തലത്തിൽ ഒരു പുനർചിന്തനം അനിവാര്യമാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ വെള്ളവും വായുവും അഗ്നിയും ആകാശവും ഭൂമിയും ചാരുതയോടെ ചേരുന്നിടത്താണ് ജീവന്റെ സമ്യക്കായ
നില എന്നറിഞ്ഞ് ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ കുറച്ച് സസ്യങ്ങളും ജന്തുക്കളും മനുഷ്യനുമൊക്കെ ചേർന്ന ഒരു ആവാസ വ്യവസ്ഥയെ ഉണ്ടാക്കുക. മാതൃകാപരമായി അച്ഛൻ വളർത്തിയ പശുക്കളെയൊക്കെ വിറ്റു, തൊഴുത്ത് പൊളിച്ചു കളഞ്ഞു, കൂട്ടുകുടുംബത്തെ തകർത്തു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചും. ആവാസ വ്യവസ്ഥകളൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ ഇയാളുടെ കൂടെ 24 മണിക്കൂറും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇയാൾക്കൊരു ഫ്ലാറ്റും എനിക്കൊരു ഫ്ലാറ്റും, ഇടയ്ക്ക് പോയി താമസിക്കാൻ. കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ കേരളത്തിൽ പുത്തൻ മാർക്കറ്റുകളും വന്നേക്കും. മടുക്കുമ്പോൾ മാറിയെടുക്കാൻ മാറ്റച്ചന്തകൾ. അതിനെ പരിണമിപ്പിക്കുവാനുള്ള പ്രകൃതി ലാസ്യത്തോടും അതിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന പുരുഷൻ താണ്ഡവത്തോടും കൂടി താണ്ഡവലാസ്യങ്ങൾ ഉണർത്തുന്ന വിശ്വമോഹനമായ ഒരു ജീവിതക്രമം. അതിന് നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ചിന്തകൾ സമസ്ത ജീവികളെയും പുലുകി നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എല്ലാം ചേർന്ന ആ ആനന്ദ നൃത്തത്തിൽ ലോകം സംതൃപ്തിയടയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി സമസ്ത ദൈവതങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.